ഇന്ന് ഹിൽ പാലസിലെ തൃപ്പൂണിത്തറ കൊട്ടാരത്തിലെ ഉള്ളിലെ ചില കുറച്ച് ഫോട്ടോസും വീഡിയോസും ആണ് കേട്ടോ. അതിനുള്ളിൽ പ്രധാനപ്പെട്ട വീഡിയോസ് ഒക്കെ എടുക്കാൻ നമുക്ക് പറ്റില്ല, അതിന് ബുദ്ധിമുട്ടാണെന്ന് അതിൻ്റെ അധികൃതർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമുക്കത് അനുസരിക്കണം. വളരെ വിനയത്തോടെയാണ് പറയുന്നത്. അതിൻ്റേതായ കാരണങ്ങൾ ഒരുപാടുണ്ട്. പക്ഷേ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ അലൗഡാണ് ചില ഏരിയയിൽ. അതായത് രാജാവിൻ്റെ കിരീടവും അങ്ങനെ സ്വർണ്ണാഭരണങ്ങൾ അങ്ങനെ കുറേ സംഭവങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ട്. അതൊന്നും നമുക്ക് ഫോട്ടോസ് എടുക്കാനും പറ്റില്ല, വീഡിയോസ് എടുക്കാനും പറ്റില്ല. അങ്ങനെ ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടെന്ന് മാത്രം. പിന്നെ ഒരുപാട് ഏരിയയാണ്. ഇന്നലത്തെ വീഡിയോസിൽ പറഞ്ഞ പോലെ നന്നങ്ങാടിയും പിന്നെ മഞ്ചലും അതെല്ലാം നമുക്ക് ഫോട്ടോസ് എടുക്കാം. രാജാവ് വിശ്രമിച്ച ഏരിയയാണത്. പിന്നെ കുതിരവണ്ടി, അന്നത്തെ കുതിരവണ്ടിയും രാജാവ് പോകുന്ന വാഹനമൊക്കെയാണ് ഈ കാണുന്നത്. ഇതാണ് മഞ്ചൽ. ഇതിൽ ഒരു സംഭവം ഞാൻ പറയാം. ഈ നന്നങ്ങാടി ഞാൻ ചെറുപ്പത്തിൽ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ഒരുപാട് കാലമായിട്ട് ഇങ്ങനെ കേൾക്കണ സംഭവമായിരുന്നു. അത് ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത് കേട്ടോ. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഞാൻ പല മ്യൂസിയങ്ങളിലും പലതും കണ്ടിട്ടുണ്ട്, ഈ മഞ്ചലും ഇതെല്ലാം. പക്ഷെ നന്നങ്ങാടി ആദ്യമായിട്ടാണ് കാണുന്നത്. നന്നങ്ങാടി നമുക്ക് ചെറുപ്പത്തിൽ പറഞ്ഞു തരുന്നത്, നന്നങ്ങാടിനെ കുറിച്ചിട്ടൊക്കെ അതിനെക്കുറിച്ചിട്ടുള്ളൊരു പാട്ടൊക്കെ ഉണ്ട്. ഇതിൻ്റെ സംഭവം എന്താ, ഈ നന്നങ്ങാടി എന്താണെന്ന് വെച്ചാൽ പണ്ട് മനുഷ്യന്മാർക്ക് മരണം ഒരുപാട് പ്രായമായാലും മരിക്കാതെ ഇത്രയും ആരോഗ്യമായിട്ട് ചുരുങ്ങി വന്ന് ഒന്നിനും കഴിയാണ്ട്, ഭക്ഷണവും കഴിക്കാതെ കണ്ണും കാണാതെ അങ്ങനെ ഒരു ഉണ്ടായിട്ടുള്ള പോലെ ആവുമെന്നാണ് പറയുന്നത്. അങ്ങനെ ആ മനുഷ്യനെ ഇട്ടുവയ്ക്കുന്ന ഒരു കലമാണ് നന്നങ്ങാടി.